അവർ ടി വി 24/7 പുതിയതായിട്ട് തുടങ്ങുന്ന വാർത്താ വാരാന്ത്യ വിശകലനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായിട്ട് കഴിഞ്ഞ ഒരാഴ്ച വന്ന ന്യൂസ് പേപ്പറുകൾ അവലോകനം ചെയ്യുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ടതായ കുറച്ച് വാർത്തകളാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞ ആഴ്ച വന്ന ഗൾഫ് ന്യൂസിൽ വന്ന വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് അബുദാബി പോലീസ് എല്ലാ ആളുകൾക്കും നൽകിയ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. അതായത് പെനാൽറ്റി വൈൽ ഓൺ ഡ്രൈവ്, ഡ്രിങ്ക് വൈൽ ഓൺ ഡ്രൈവ് എന്നാണ് ആ വാർത്ത. അതിൻ്റെ വാർത്തയിലെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പലപ്പോഴും ഈ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട്, അതായത് ലിക്വർ കഴിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നവർക്കെതിരെ അതിശക്തമായ നിയമ നടപടികൾ എടുക്കുന്നതാണെന്ന് അക്കോർഡിംഗ് ടു ദ ഫെഡറൽ ലോ 14 പ്രകാരം ശക്തമായ നിയമം ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുന്നതാണ് എന്നാണ് പോലീസ് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശം. 20,000 മുതൽ 1,00,000 വരെ പിഴ കിട്ടാവുന്ന, ഒപ്പം തന്നെ ജയിൽ ശിക്ഷയും കിട്ടാവുന്ന ഒരു ശിക്ഷാ നടപടിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ്. പലപ്പോഴും നമ്മളൊക്കെ വീക്കിലി എൻ്റർടൈൻമെൻറ്റുകളോ അല്ലെങ്കിൽ ഇവൻറ്റ്സുകളോ അല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ആൾക്കഹോൾ കഴിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും കാരണവശത്താൽ ആൾക്കഹോൾ കഴിക്കുന്ന ആരെങ്കിലും ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. ഇതൊരു ശക്തമായ ഒരു നിർദ്ദേശമാണ്. എല്ലാവർക്കും, ഈ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇത് പ്രയോജനപ്രദം ആകും എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ അടുത്ത ദിവസം വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് പോലീസ് ഫ്ലാഗ് ബാൽക്കണി ഫോൾഡ് റിസ്ക് ആസ് എ ന്യൂ ക്യാമ്പയിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളുള്ള വാർത്താ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരുപാട് കുട്ടികൾ ബാൽക്കണിയിൽ നിന്ന് വീണ് കൊല്ലപ്പെട്ട സംഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് സീരിയസ് ആയിട്ട് UAE നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിർഭാഗ്യകരമായൊരു സംഭവമാണ്. അപ്പോൾ ഇതിനെ തടയിടുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഒരു ജാഗ്രതാ നിർദ്ദേശം, ഒരു ക്യാമ്പയിൻ, ജാഗ്രതാ നിർദ്ദേശത്തിലുപരി ഒരു ക്യാമ്പയിനാണ്, ഒരു അവയർനെസ് ക്യാമ്പയിൻ തന്നെ എല്ലാ റെസിഡൻസുകൾക്കും നൽകിയിട്ടുണ്ട്. അതും ഗൾഫ് ന്യൂസിലൂടെയാണ് നൽകിയിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന റെസിഡൻസുകൾ അവരുടെ ഈ ബാൽക്കണിയിൽ പലപ്പോഴും നമ്മുടെ ഈ ആവശ്യമില്ലാത്ത ഫർണിച്ചറുകൾ, മറ്റു സാധനങ്ങളൊക്കെ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പ്രവണത സാധാരണ എല്ലാ റെസിഡൻസും ചെയ്തു പോകുന്നൊരു പ്രാക്ടീസാണ്. പക്ഷേ അതിൽ നിന്നുണ്ടാകുന്നൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളുള്ള ഫ്ലാറ്റുകളിൽ ചിലപ്പോൾ പാരൻസിൻ്റെ അശ്രദ്ധയിൽ ഈ കുട്ടികൾ ബാൽക്കണിയിലേക്ക് പോകാനും വെളിയിൽ നടക്കുന്ന കാര്യങ്ങളുടെ കൗതുകം തോടുകൂടി ഈ അവിടെ ഇരിക്കുന്ന ഫർണിച്ചറിലോ മറ്റു സാധനങ്ങളിലോ ചവിട്ടിക്കയറി അവർ ബാൽക്കണിയിലൂടെ വെളിയിലേക്ക് നോക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ ആ കുട്ടികൾ താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കുറച്ച് കാലത്തെ ഇൻസിഡൻറ്റുകൾ നോക്കുമ്പോൾ അതിൻ്റെ റേഷ്യോ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ഒരു ക്യാമ്പയിൻ തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാ ബാൽക്കണികളും മറ്റു സാധനങ്ങളൊന്നും നിറയ്ക്കാതെ തന്നെ സേഫ് ആൻഡ് സെക്യൂറായിട്ട് ബാൽക്കണിയെ സൂക്ഷിക്കുക. അതുപോലെ തന്നെ ബാൽക്കണിയിലേക്ക് പോകുന്ന ഡോറ്, നമ്മുടെ ബാൽക്കണി ഡോറുണ്ടല്ലോ, എപ്പോഴും അടച്ച് തന്നെ വെച്ചിരിക്കുക. പിന്നെ കുട്ടികളുള്ളവർ ഈ കുട്ടികൾ അനാവശ്യമായിട്ട് ബാൽക്കണിയിൽ പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണമെന്ന് പോലീസ് അവരുടെ ക്യാമ്പയിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു ഇൻഫർമേഷൻ ഈ ന്യൂസ് പേപ്പറിലൂടെ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്നത് ഡോണ്ട് ലെറ്റ് കിഡ്സ് ഇൻട്രാക്ട് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ഓൺലൈൻ. സത്യത്തിൽ വളരെ ഇന്ന് ഒരു ആനുകാലികമായ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ തീർച്ചയായും നമുക്ക് ദുബായ് UAE ഗവൺമെൻറ്റിനോട് തീർച്ചയായിട്ടും നമുക്ക് നന്ദിയും കടപ്പാടുമുണ്ട് ഈ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പയിൻ അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ക്യാമ്പയിൻ ചെയ്യുന്നതിൽ. കാരണം എന്താണ് അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ
പലപ്പോഴും സ്ട്രേഞ്ചേഴ്സുകൾ ഇപ്പോഴേ ഈ ഇൻ്റർനെറ്റ് സോഷ്യൽ മീഡിയ വളരെ ശക്തമായതുകൊണ്ട് തന്നെ കുട്ടികൾ ഈ ഇൻ്റർനെറ്റിലൂടെ വരികയും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും അതിലൂടെ സ്ട്രേഞ്ചേഴ്സുകൾ പരിചയപ്പെടുകയും ആ സ്ട്രേഞ്ചേഴ്സുകൾ കുട്ടികളുടെ പേഴ്സണൽ ഡാറ്റ വാങ്ങുക, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഡാറ്റ വാങ്ങുക, അല്ലെങ്കിൽ അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് വാങ്ങുക, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്കൊരു മോണിറ്ററി ബെനിഫിറ്റ്സ്, കാരണം എന്തെങ്കിലുമൊക്കെ വീട്ടിൽ വെളിയിലൊക്കെ പോയി എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റുകൾ ഓഫർ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ അവരെ ഒരു ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകുക. ഇത്തരത്തിലുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഒരു അവസ്ഥയാണ് കുട്ടികൾ ഈ സ്ട്രേഞ്ചേഴ്സുമായിട്ടുള്ള ഓൺലൈൻ സമ്പർക്കം. അത് എല്ലാ പാരൻസും വളരെ ഗൗരവത്തോടു കൂടി കാണുകയും കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള അവരെ ഒരു അവയർനെസ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പോലീസ് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടീച്ച് ചിൽഡ്രൻ അബൌട്ട് ഓൺലൈൻ റിസ്ക്. അപ്പോൾ കുട്ടികളെക്കുറിച്ച് ആ ഓൺലൈനിലെ റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികളെ പാരൻസ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നാണ് ഈ വാർത്താമാധ്യമത്തിലൂടെ ഗവൺമെൻറ് അറിയിക്കുന്നത്. അതുപോലെ തന്നെ യൂസ് പാരൻസ് കൺട്രോൾസ്. കുട്ടികൾ എന്തൊക്കെയാണ് ഓൺലൈനിൽ ചെയ്യുന്നത്, അവരാരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അവർ എന്ത് ഇൻഫർമേഷനാണ് അവരിൽ ചിലവഴിക്കുന്നത്, അല്ലെങ്കിൽ അവർ എത്ര സമയം ഓൺലൈൻ സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ ചേഞ്ചസ് സംഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആങ്സൈറ്റി സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യണമെന്നാണ് ഈ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. നമ്മുടെ എല്ലാ ഇതിൻ്റെ വ്യൂവേഴ്സും മറ്റുള്ളവരിലേക്കും ഇത് എത്തിക്കാനായി ശ്രമിക്കണം. അതുപോലെ തന്നെ അവർ TV 24/7 ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു കടപ്പാടും കൂടി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുന്നത്. കാരണം ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഈ 24/7 കാണിക്കുന്ന ഈ ഒരു ഇനിഷ്യേറ്റീവ്സിനെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രൈവസി ആയിട്ടുള്ള മാറ്റേഴ്സുകൾ കുട്ടികൾ മറ്റുള്ള സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് ടിപ്സുകൾ ഈ ഗൾഫ് ന്യൂസിൻ്റെ വെനസ്ഡേ 8-ാം തീയതി വന്ന ഗൾഫ് ന്യൂസിലെ ഒരു വാർത്തയാണ് ഞാൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷ വാർത്തയാണ്. അത് വന്നിരിക്കുന്നത് ഫ്രൈഡേ ജനുവരി 10 വന്നൊരു സന്തോഷ വാർത്തയാണ്. ഗൾഫ് ന്യൂസ് തന്നെയാണ് ഞാനിപ്പോൾ റെഫർ ചെയ്യുന്നത്. ദുബായ് ടാർഗറ്റ്സ് 100 ന്യൂ പ്രൈവറ്റ് സ്കൂൾസ് ബൈ 2033. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. 100 പുതിയ സ്കൂളുകൾ ദുബായിൽ വരാൻ പോകുന്നു എന്ന ഒരു സ്ട്രാറ്റജിക് ഇൻഫർമേഷനാണ് ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. ഈ 100 സ്കൂൾ എന്ന് പറയുമ്പോൾ 100 സ്കൂളിനകത്ത് ഏറ്റവും കൂടുതൽ ഫോറിൻ കരിക്കുലമാണ്. ഒപ്പം തന്നെ CBSE കരിക്കുലം, മറ്റു കരിക്കുലംസും ഉണ്ടായിരിക്കും. 27 കരിക്കുലം ഈ ടോട്ടലി ഉണ്ടാവും എന്നാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് മാക്സിമം നമ്മുടെ പാരൻസും കുട്ടികളും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. കാരണം കുട്ടികളിപ്പം നമുക്ക് തന്നെ കാണാൻ കഴിയും, പലപ്പോഴും കുട്ടികൾ ദുബായ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഹബ്ബായി മാറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ലോകത്ത് വേറൊരു രാജ്യത്ത് അമേരിക്കയിൽ പോയി പഠിക്കണമെങ്കിലോ, അല്ലെങ്കിൽ UK പഠിക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ പഠിക്കണോ, എല്ലാ കരിക്കുലവും ഉള്ള ഒരു ഹബ്ബാണ് ദുബായ്. അപ്പോൾ ഈ ഒരു 100 പുതിയ സ്കൂളുകൾ കൂടി വരുമ്പോഴേക്കും നമ്മുടെ പാരൻസുകൾക്ക് കുട്ടികളെ ഇവിടെ തന്നെ അവരോടൊപ്പം നിർത്തി പഠിപ്പിച്ച് ഒരു ഗ്ലോബൽ കോമ്പറ്റൻസിയിലേക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് വി ഷുഡ് താങ്ക്സ് ടു ദുബായ് ഗവൺമെൻറ് ഫോർ ദിസ് ഇനിഷ്യേറ്റീവ്സ്. അതിലൂടെ തന്നെ ഈ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പം ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പം നമുക്ക് ഒരുപാട് സമയമുണ്ട്. വി ക്യാൻ പ്രിപ്പയർ ബൈ അവർ സെൽഫ്. നമുക്ക് തന്നെ സ്വയം പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കൂടിയാണിത്. അതുകൊണ്ടാണ് ഇതൊരു സ്ട്രാറ്റജിക് ഇൻഫർമേഷനായിട്ട് തരുന്നത്. എഡ്യൂക്കേഷൻ ആയിട്ട് B.Ed ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ, ഹെൽത്ത് സേഫ്റ്റി സെക്യൂരിറ്റി, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ നല്ല ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസും ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ കുട്ടികളായിരുന്നാലും നമ്മുടെ അഭ്യുദയകാംക്ഷികളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ കുട്ടികൾ ഇവിടെ പഠിച്ച് നല്ലൊരു ഗ്ലോബൽ കോമ്പറ്റൻസി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഇത് വളരെ പ്രയോജനപ്രദമാണ്. എല്ലാവരും ഇത് പ്രയോജനപ്രദമാക്കണം എന്ന് ആശംസിക്കുന്നു. മറ്റു വാർത്തകൾ ആയിട്ട് പോകുന്നില്ല. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിലും ഞാൻ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് പറഞ്ഞത്. കൂടുതൽ നല്ല വാർത്തകളുമായി
വീണ്ടും അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.